നെടുമ്പാശ്ശേരിയിലെ ഐവിൻ ജിജോയുടെ മരണത്തിൽ കുറ്റം സംബന്ധിച്ച് പ്രതികളായ CISF ഉദ്യോഗസ്ഥർ വാക്കുതർക്കം ഐവിൻ മൊബൈലിൽ പകർത്തിയതിന്റെ വൈരാഗ്യമാണ് കൊലപാതകത്തിലേക്ക് നയിച്ചതെന്ന് CISF ഉദ്യോഗസ്ഥൻ മോഹൻകുമാർ മൊഴി നൽകി. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കോടതിക്ക് പുറത്ത് യുവജന സംഘടനകൾ പ്രതികൾക്ക് നേരെ പ്രതിഷേധമുയർത്തി. ഐവിൻ ജിജോയുടെ സംസ്കാരം വൈകിട്ട് തുറവൂരിൽ പൂർത്തിയായി. ഐവിൻ ജിജോയെ കൊലപ്പെടുത്തിയ കേസിൽ പിടിയിലായ CISF ഉദ്യോഗസ്ഥൻ മോഹൻകുമാറാണ് പോലീസിന് നിർണായക മൊഴി നൽകിയത്. വാഹനത്തിന് സൈഡ് കൊടുക്കാത്തതിനെ തുടർന്നുണ്ടായ തർക്കത്തിൽ CISF ഉദ്യോഗസ്ഥരായ മോഹൻകുമാറും വിനയ് കുമാർ ദാസും ചേർന്ന് ഐവിനെ മർദ്ദിച്ചിരുന്നു. നാട്ടുകാർ എത്തുമെന്ന് കരുതി രക്ഷപ്പെടാൻ ശ്രമിച്ചപ്പോൾ ഐവിൻ കാറിന് മുന്നിൽ നിന്നും വീഡിയോ പകർത്തി. ഇതിൽ പ്രകോപിതനായ മോഹൻകുമാർ വാഹനം മുന്നോട്ടെടുത്തു. വാഹനം ഇടിച്ചു നിലത്ത് വീണ ഐവിൻ എഴുന്നേറ്റ് നിന്നു. പിന്നാലെ വിനയ് കുമാർ വാഹനം ഓടിച്ചു. ബോണറ്റിൽ ഐവിൻ കിടന്നിട്ടും വാഹനം നിർത്താൻ ഇരുവരും തയ്യാറായില്ല. ഐവിനെ ബോണറ്റിൽ കിടത്തി 1 കിലോമീറ്ററോളം അതിവേഗത്തിൽ പോയ കാർ പെട്ടെന്ന് ബ്രേക്ക് ഇട്ട് നിർത്തി. ആ ആഘാതത്തിൽ തെറിച്ചുപോയ ഐവിന്റെ തല മതിലിലിടുക്കുകയായിരുന്നു. തലക്കേറ്റ പരിക്കാണ് മരണകാരണം. വാഹനമിടിച്ചതിനെ തുടർന്ന് ഐവിന്റെ വാരിയലിന് 3 പൊട്ടലുണ്ടായെന്നും CISF ഉദ്യോഗസ്ഥരുടെ അശ്രദ്ധമായ ഡ്രൈവിംഗ് ആണ് തർക്കത്തിന് കാരണമെന്നും പോലീസ് പറഞ്ഞു. സ്ഥലത്തു നിന്നും രക്ഷപ്പെട്ട് വീട്ടിലെത്തി പതിവ് പോലെ ജോലിക്ക് പോകാൻ ശ്രമിച്ചെന്നും മോഹൻകുമാർ മൊഴി നൽകി. ഐവിൻ ജിജോയുടെ സംസ്കാരം വൈകിട്ട് തുറവൂർ സെന്റ് അഗസ്റ്റിൻ പള്ളിയിൽ നടന്നു. ആകാശത്തിൻ സീമകളെല്ലാം മുഖരിതമാക്കും. പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഐവിന്റെ വീട്ടിലെത്തി കുടുംബത്തെ ആശ്വസിപ്പിച്ചു. അങ്കമാലി കോടതിയിൽ ഹാജരാക്കിയ മോഹൻകുമാറിനെയും വിനയ് കുമാർ ദാസിനെയും റിമാൻഡ് ചെയ്തു. കോടതിക്ക് പുറത്ത് DYFIയുടെയും യൂത്ത് കോൺഗ്രസിന്റെയും നേതൃത്വത്തിൽ പ്രതികൾക്ക് നേരെ പ്രതിഷേധമുണ്ടായി. പോലീസ് ജീപ്പ് ആക്രമിക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ ബലം പ്രയോഗിച്ചാണ് നീക്കിയത്. ബുധനാഴ്ച രാത്രിയാണ് ജോലിസ്ഥലത്തേക്ക് പോവുകയായിരുന്ന ഐവിൻ ജിജോയെ CISF ഉദ്യോഗസ്ഥർ മർദ്ദിക്കുകയും പിന്നീട് കൊലപ്പെടുത്തുകയും ചെയ്തത്. അങ്കമാലി കരിയാട് മേഖലയിൽ വാടകയ്ക്ക് താമസിക്കുന്ന CISFുകാർ നാട്ടുകാരെ ഭീഷണിപ്പെടുത്തുന്നത് പതിവാണെന്നും പരിസരവാസികളും പറയുന്നു. മാലിന്യം തള്ളുന്നത് തടഞ്ഞ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികളെ ഇവർ ഭീഷണിപ്പെടുത്തുന്ന ദൃശ്യങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. പഞ്ചായത്തിലെ കാശ് 50 രൂപ കൊടുത്താൽ മതി. പഞ്ചായത്തിൽ നിങ്ങൾക്ക് കാർഡ് ഉണ്ട്, അല്ലാണ്ട് പിന്നെ ഇതിനകത്ത് വന്നെടുക്കണത് അവരൊന്നും കൊണ്ടുപോകൂലേ. കഴിഞ്ഞ ദിവസം റോങ് സൈഡ് വന്ന് വാഹനാപകടമുണ്ടാക്കി കടന്നുകളയാൻ ശ്രമിച്ച CISF ഉദ്യോഗസ്ഥനെ നാട്ടുകാർ തടഞ്ഞുവെക്കുകയും ചെയ്തിരുന്നു. ന്യൂസ് മലയാളം, കൊച്ചി.